പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. തൃശ്ശൂർ മതിലകം ബൈപ്പാസിൻ്റെ വീഡിയോസ് ഇന്ന് ഒരു വലിയൊരു ബൈപ്പാസ് കൂടിയാണ് കേട്ടോ. 6 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു ബൈപ്പാസാണ്. അതുപോലെ തന്നെ വാടാനപ്പള്ളി ബൈപ്പാസാണ് കേട്ടോ. ഈ 2 ബൈപ്പാസാണ് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ബൈപ്പാസ്. മതിലകം ബൈപ്പാസ് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് ബൈപ്പാസിൽ കൂടെ പോകാൻ പറ്റില്ല കേട്ടോ. വേറെയുള്ള ബൈപ്പാസൊക്കെ എന്തായാലും നമുക്ക് മഴ ഇല്ലെങ്കിലൊക്കെ പോകാൻ പറ്റും. പക്ഷെ മതിലകം ബൈപ്പാസ് തീരെ പോകാൻ പറ്റാത്ത ഏരിയ പോലും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോസിലൊക്കെ എടുത്തുനിന്ന് ഈ പക്ഷേ എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നിന്നാണ് മതിലകം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് കയറാൻ പറ്റില്ല കേട്ടോ. മഴ ആയതുകൊണ്ടാണ് കുറച്ച് ദൂരം നാളും പോയി കണ്ടില്ല. അപ്പോൾ ഇപ്പുറത്തോടെ വന്നിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ഈ ഭാഗത്ത് ഇതാ കുറച്ചൊക്കെ വർക്ക് നടന്നുണ്ട് കേട്ടോ. ഒരു പകുതി ഫില്ലറിൻ്റെ വർക്കൊക്കെ നടന്നുണ്ട് ഈ ഭാഗത്ത്. ഇപ്പുറത്തോടെ വന്നിട്ട് എടുത്ത കേട്ടോ. ഇതേപോലെ പല ഷോർട്ട് വഴി കൂടെ കയറിയിട്ടാണ് പല കാഴ്ചകളും നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. ഇനി വീണ്ടും മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്നത് വീണ്ടും അടുത്ത പോക്കറ്റ് റോഡ് കയറിയിട്ടാണ് ഇങ്ങനെ പല കാഴ്ചകളും കാണിക്കുന്നത്. അവിടുന്ന് പോയി വീണ്ടും ഒരു ഷോർട്ട് വഴി കയറി അവിടുത്തെ കാഴ്ചയാണ് കേട്ടോ. ഇത് പറഞ്ഞാൽ 6 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ 6 കിലോമീറ്റർ നമുക്ക് ബൈപ്പാസ് കയറാൻ പറ്റില്ല. മഴ പെയ്ത പിന്നെ തീരെ കയറാൻ പറ്റില്ല. അല്ലെങ്കിലും പിന്നെ മതിലകം ബൈപ്പാസിൽ തീരെ കയറാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബാക്കി എല്ലാ ബൈപ്പാസിലും ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ മതിലകം മാത്രമാണ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റാത്തത്. എന്താ വെച്ചാൽ ചില ഏരിയയിലും മരം തന്നെ വെട്ടിയിട്ടില്ല, ഇനിയും മരം വെട്ടാണ്ട്. അപ്പം അങ്ങനെ ചതുപ്പായി കിടക്കുന്ന ഏരിയകളും ഉണ്ട്. അതാ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട്. ഈ വർക്ക് നടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടില്ലേ, ഒന്നും ആയിട്ടില്ല കേട്ടോ. ആ മരങ്ങൾ ജസ്റ്റ് മുറിച്ചെന്നല്ലാതെ വേറെ ഒന്നും ആയിട്ടില്ല. മരങ്ങൾ മുറിക്കാത്ത ഏരിയ കൂടെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ അപ്പുറത്തോടെ വന്നിട്ടുള്ള ഒരു കാഴ്ചയാണ്. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, നിങ്ങൾ കണ്ടില്ലേ. ഇപ്പുറത്തോടെ വന്നപ്പോൾ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു വൈഡറ്റ് പാലാണ് വരുന്നത്. ഇനി അങ്ങോട്ട് എത്തുന്നവരെ വൈഡറ്റ് പാലം കേട്ടോ. കുറേ ദൂരം വരെ ഉണ്ട്. പക്ഷേ ഇതിനും കൂടെ പോകാൻ പറ്റില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഫുള്ളായിട്ട് പോയിട്ടാണ് കേട്ടോ. പോകാൻ പറ്റാത്ത ഇതന്നെയാണ്, മഴ പെയ്തുകൊണ്ട് തന്നെയാണ്. മഴ പെയ്താൽ ഈ ഭാഗത്തേക്കൊന്നും പിന്നെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മുന്നോട്ട് പോവാത്തത്. കുറച്ച് ദൂരമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഏകദേശം മലപ്പുറം ജില്ലയിലൊക്കെ വരുന്ന പോലെ വൈഡറ്റ് പാലാണ് കേട്ടോ. ഇവിടെ ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഇവിടെ പാലം വരുന്നത് കേട്ടോ. കണ്ടില്ലേ. പക്ഷെ അത്ര വലിയ ഹൈറ്റിലൊന്നുമല്ല പോണ്, എന്നാലും നല്ലൊരു രൂപത്തിലൊക്കെ തന്നെയാണ് ഇവിടെ കടന്നു പോകുന്നത് കേട്ടോ. കണ്ടില്ലേ, പുലിയാണ് വരുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. അവർക്ക് ചെളിയും വെള്ളവും കയറ്റും ഇറക്കും ഒരു പ്രശ്നമേ ഇല്ല. താട്ടർ പോണ പോലെ പോണത് കണ്ടില്ലേ. അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ മതിലകം ബൈപ്പാസ് അവസാനിച്ചിട്ട് നിലവിലുള്ള റോഡിൻ്റെ ആയിക്കൂടെ തന്നെ പോണത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഏകദേശം ഒരു 3-4 കിലോമീറ്റർ പോയാൽ തന്നെ കൊടുങ്ങല്ലൂർ സെൻറ്റർ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ദൂരം നിങ്ങൾക്ക് എത്രത്തോളം ദൂരം വരുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇവിടെയൊക്കെ കാര്യമായിട്ട് വർക്ക് നടക്കണമെന്നില്ല, എന്നാലും കാനഡ വർക്ക് കുറേ സ്ഥലത്ത് മണ്ണൊക്കെ ഇട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ലാസ്റ്റത്തെ ബൈപ്പാസാണ് കേട്ടോ. ചാവക്കാട് ഭാഗത്തു നിന്ന് വരുമ്പോൾ ലാസ്റ്റത്തെ ബൈപ്പാസാണ് മതിലകം ബൈപ്പാസ്. തൃശ്ശൂർ റീച്ചിൽ NH 66 ശിവാലയുടെ ലാസ്റ്റത്തെ ബൈപ്പാസ്.
അതുപോലെ എറണാകുളത്ത് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ഫസ്റ്റത്തെ ബൈപ്പാസും കൂടിയാണ് കേട്ടത്. ഇവിടുന്നാണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, സാധാരണ പോലത്തെ ഒരു വർക്കൊക്കെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ സ്ഥലത്ത് മണ്ണിട്ടുണ്ട്, കുറേ സ്ഥലത്ത് കാനഡ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുറേ സ്ഥലത്ത് തൊട്ടിട്ടില്ല. അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് കേട്ടോ. കാര്യമായിട്ടൊരു വർക്കില്ല. നിങ്ങൾ വീഡിയോയിൽ കണ്ടു നോക്കി നോക്കാണ്ട് കൊടുങ്ങല്ലൂർ സെൻറ്റർ വരെ കാണിക്കാം. ഭാഗത്ത് മേൽപ്പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന കേട്ടോ. ഇവിടെ നല്ല തിരക്കുള്ള ജംഗ്ഷനാണ്, കൊടുങ്ങല്ലൂർ ടൗണാണ്. ലെഫ്റ്റിലേക്ക് പോയാൽ ടൗണിലേക്ക് എത്താം. നേരെ പോയാൽ നമുക്ക് എറണാകുളം പറവൂര് സൈഡിലേക്ക് പോകാം. അവിടുത്തെ വീഡിയോസൊക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം കേട്ടോ.